നിന്റെ വാക്ക് കേട്ട് ഞാൻ നാട്ടുകാരുടെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞറിയോ? ടീച്ചറെ കാണാതായപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. പോരാ തന്നെ അയാളുടെ ദേഹത്ത് ചോരി. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? വേണ്ട വേണ്ട, ഞാൻ തുറന്നോളാം. ആ നീയോ? എന്ത് പരിപാടി നിങ്ങൾ കാട്ടിയത്? എന്ത് ലീല പറഞ്ഞല്ലോ. നീ നിന്നോട് ഞാൻ പറഞ്ഞോ ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയാൻ? നിന്നോട് ഞാൻ പറഞ്ഞോ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയാൻ? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇനി എല്ലാവരോടും എന്നെ നെഞ്ചു തൊട്ട് കളിക്കും. എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, അറിയോ നിനക്ക്? കണക്കായി പോയി. അതെ, നാട്ടുകാരുടെ തല്ലുകൊള്ളണ്ടല്ലേ എങ്ങോട്ടെങ്കിലും ഓടിപ്പോന്നോ? എന്റെ പൊന്നിലില്ലേ, ഒന്ന് ചെന്ന് പറ. അറിയാതെ പറ്റിപ്പോയതാ. ആരോടും? ആ പള്ളിപ്പാടനോട്. ആ ഫസ്റ്റ് എന്റെ കാര്യം ആരോട് പറയുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ ഇനി നിന്റെ കാര്യം. എന്റെ പൊന്നു സൂര്യ, ഒന്ന് പോവാൻ നോക്ക്. ലീലേ, അങ്ങനെ പറയല്ലേ ലീലേ. അവള് പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങിപ്പോ. രണ്ടെണ്ണോടെ വന്നിരിക്കുന്നു മനുഷ്യനെ കിടന്നു. ഇയാളൊരു പള്ളിയിലെ കപ്പിയാരാ, അതുപോലെ അങ്ങ് പറയാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതുപോലത്തെ വള്ളി കേസൊന്നും പിടിക്കണ്ട. ടാ എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത് കേട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. സമാനല്ലേ നീ പോലെ. ഭാര്യ തിരിച്ചു വന്ന സ്ഥിതിക്ക് പിന്നെ അയാൾ ഒരാളെ കൊല്ലണമെങ്കിൽ അത് പുറത്തു നിന്നാവാനാ സാധ്യത. അങ്ങനെ ഒരാൾ ഉണ്ടാവണമെങ്കിൽ അത് പള്ളിപ്പാടന്റെ ശത്രുവാവണം. പള്ളിപ്പാടന്റെ മരണം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മരിക്കണമെന്ന് പള്ളിപ്പാടൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ ലിസ്റ്റിൽ നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി ഉണ്ടാവും. അപ്പൊ പള്ളിപ്പാടന്റെ പിന്നാലെ പോകാൻ തന്നെയാണ് രാമേട്ടന്റെ തീരുമാനം? അതെ. നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? അഡ്വക്കേറ്റ് തോമസ് കുരുവിള. ശിവരാമൻ, ഞാനാ സാർ. പള്ളിപ്പാടന്റെ കാര്യത്തിൽ SHOയ്ക്ക് ഇല്ലാത്ത എന്ത് താല്പര്യമാണ് തനിക്ക്? അല്ല സാർ, അത് അല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഇരിക്കെ. ഹമീദ് കൊള്ളാവുന്നൊരു പോലീസ് ഓഫീസറാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ തന്നെ സമ്മതിച്ചത്. പിന്നെ ശത്രുക്കളുടെ കണക്കെടുക്കാനാണെങ്കിൽ എന്നോട് വിരോധമുള്ള പലർക്കും അയാളുടെ സ്വല്പം ദേഷ്യം കാണും. കാരണം എൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത് പള്ളിപ്പാടനായിരുന്നല്ലോ. എന്നാലും എടുത്തു പറയാൻ പാടാണ്. ജയിച്ചതും തോറ്റതുമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അതിൽ നിന്ന് ചെഞ്ഞെടുക്കൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ക്ലയൻസിൻ്റെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തനിക്ക് തരാം. താനും തപ്പി നോക്ക്. ആവശ്യം തൻ്റെ അല്ലേ? കൃഷ്ണകുമാറെ, ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക കേട്ടോ. വേറൊന്നുമില്ലല്ലോ. ഇന്നെനിക്ക് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. താങ്ക് യു സാർ. പിന്നെ ഞങ്ങൾ അന്വേഷിച്ച കാര്യം അതറിയാൻ അയാൾക്ക് വേറെ ആരുടെ ഒത്താശയൊന്നും ആവശ്യമില്ല. അത് മനസ്സിലാക്കാത്തതാണ് തൻ്റെ പരാജയം. താനിതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണണ്ട. എൻ്റെ അപ്പൻ അഡ്വക്കേറ്റ് കുരുവിള മാത്തൻ്റെ കൂടെ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ പള്ളിപ്പാടൻ്റെ കോടതി ജീവിതം. ഇനിയിപ്പോൾ താൻ സംശയിക്കുന്ന പോലെ അയാൾ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യാനും തന്നെ പോലെ ആരെങ്കിലും പിന്നാലെ വന്നാൽ അതിൽ നിന്ന് ഭംഗിയായിട്ട് ഊരിപ്പോരാനും അയാൾക്ക് നന്നായിട്ട് അറിയാം. പള്ളിപ്പാടന്റെ വീട്ടില് ഒരു ബറ്റാലിയൻ പോലീസും കൊണ്ട് ചെന്ന് കയറിയിട്ടും ഒരു പൂട പോലും കിട്ടാതെ മൂഞ്ചിപ്പോയല്ലേ. പിള്ളേരിറക്കിയ ട്രോളേ തന്റെ മുഖം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് കല്ലും മുള്ളുണ്ടാവുന്ന ഉറച്ച ബോധ്യത്തോടുകൂടിയാണ് ഇറങ്ങാറ്. അങ്ങനെ ചവിട്ടിയൊരു മുള്ളായിട്ടേ പള്ളിപ്പാടിന്റെ കേസ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ കാലിൽ തെറിച്ച മുള്ളെടുത്ത് കളയുമ്പോൾ അത് വേരോടെ എടുത്ത് കളയുന്നൊരു ശീലം കേരള പോലീസിനുണ്ട്. പള്ളിപ്പാടിന്റെ കാര്യത്തിലും അത് തെറ്റിക്കാതിരിക്കാനാണ് ഞങ്ങളെ തീരുമാനം. സർവീസ് കയറിയിട്ട് അധികം നാളായില്ലാന്ന് തോന്നുന്നു. അതിന്റെ ആയി തിളപ്പ്. ഈ സൈസ് തിളപ്പുകൾ ഒരുപാട് കണ്ടവനാ പള്ളിപ്പാടൻ. അയാളോട് കളിക്കാൻ നിൽക്കണ്ട, ഇറച്ചിയിലും മണ്ണി വീഴും. കബീറും പള്ളിപ്പാടും തമ്മില് ലീഗലായും ഇല്ലീഗലായും ഒരുപാട് ഇടപാടുകളുണ്ടെന്ന് അറിയാം. അതെന്തൊക്കെയാന്ന് കൃത്യമായിട്ട് കണ്ടത് പറഞ്ഞാലേ തന്റെ പേരൊന്നും ഒരു തരാം. കബീർ ഇതുവരെ വാപ്പാന്ന് വെച്ചിട്ടുള്ളതേ ഒരാളെ മാത്രം. ചാകേണ്ടി വന്നാലും പള്ളിപ്പാടിനെതിരായിട്ടുള്ള ഒരു കോപ്പും എന്റെ നാക്കിന്ന് വീഴില്ല.
താൻ വെറും ഒരു ഏസയല്ലടൂ. വല്ല പെറ്റി കേസുകളുടെ പിന്നാലെ പോയി കിട്ടുന്ന നക്കാപ്പിച്ചയും വാങ്ങിയിരുന്നാ പോരെ. എന്തിനാടോ താൻ ഈ പള്ളിപ്പാടന്റെ പിന്നാലേക്ക് പോണേ? ആവുന്ന പണിക്ക് പോയാ പോരെ. എന്നെ പണി പഠിപ്പിക്കല മൈക്കിള. നീ ചോദിച്ചതിന് ഉത്തരം പറ. എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ എന്ത് പറയാനാടോ? അത് കള. പള്ളിപ്പാടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ അറിയാതെയാവില്ല. തനിക്കൊരു പ്രതിയാണ് വേണ്ടതെങ്കിൽ അത് പറ. എത്ര പേരെ വേണമെങ്കിലും ഇറക്കിത്തരാം. അല്ലാതെ പള്ളിപ്പാടനെ ഞോണ്ടാനുള്ള പണിയുമായിട്ട് എൻ്റെ അടുത്ത് വന്ന കളി മാറുകയെ. പിന്നെ പള്ളിപ്പാടൻ ഒരുത്തനെ തീർത്തിട്ടുണ്ടെങ്കിൽ അത് ആയുസ് ഒടുങ്ങിയവനാ. അതിന്റെ പിറകെ പോയി താൻ വെറുതെ സമയം കളയണ്ട. ആ ആയുസ് ഒടുങ്ങിയവനെ തിരിച്ചറിയുന്ന ആ ദിവസം അന്ന് തീരും നിന്റെ ഈ പള്ളിപ്പാടൻ. ആ കൂട്ടത്തിൽ നിന്റെ ഫയലും ഞാനൊന്ന് ചെകയും വയ്ക്കണം. ചെകയാനാണെങ്കിൽ അത് ഒരുപാടുണ്ടാവും ശിവരാമ. ആ ഫയലിന് മീതെയുള്ള ചോപ്പ് നാടയില്ലേ, അത് കെട്ടിയത് പള്ളിപ്പാടനാണ്. ആ കൂറ് മൈക്കിളിനെന്നും കാണും. താൻ പോ. തോമസ് വക്കീൽ തന്ന കേസുകളുടെ ഡീറ്റെയിൽസും പള്ളിപ്പാടനെ അറിയാവുന്നവരിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും വെച്ച് നോക്കുമ്പോൾ അയാളോട് ശത്രുത തോന്നാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റാണിത്. ഈ ലിസ്റ്റിൽ നിന്ന് അയാളെയോ അയാൾക്കോ കൊല്ലാൻ തക്ക കാരണമുള്ളവർ ഇവർ 9 പേരാണ്. അപ്പോ ഇവരിൽ ആരെങ്കിലും മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അയാളാണ് നമ്മൾ അന്വേഷിക്കുന്ന വിക്ടിം. അതെ സാർ. ഏതായാലും ഇവരെ ട്രേസ് ചെയ്യും. രാജുഭായി വീട്ടിലുണ്ട്. നിങ്ങളോട്ടോ. ശരി. സാറേ, ആ പോളച്ചൻ ഇവിടെ തന്നെ ഉണ്ട്. സാർ, അറുകാലി ജോസ് മരുക്കമ്പ് ജംഗ്ഷനുണ്ട്. ആ ബിനീഷ് രാജൻ ടീമും താഴെപ്പാടത്തുണ്ട്. സുല്ലേ സാറേ, അയാൾ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അത് അയാൾ തന്നെയാണോ ചെറിയ സംശയം. ആ മെമ്പറാ ആയിരിക്കുന്ന ആ വെള്ള ഷർട്ടില്ലേ, അതാണ് ഓൾഗ ദേവരാജ്. തമിഴ്നാട്ടിലേക്ക് ലോഡായിട്ട് പോയതാ സാറേ. 3-4 ദിവസമായി പോയിട്ട്. വരേണ്ട സമയം കഴിഞ്ഞു. നീ ആ നമ്പറിലോട്ടൊന്ന് വിളിച്ച്. ഫോൺ സ്വിച്ച് ഓഫാ സാറേ. ഞാൻ വിളിച്ചു നോക്കി, കിട്ടിയിട്ടില്ല. എന്നിട്ട് അന്വേഷിച്ചില്ലേ? ഓ, മൂപ്പർ അങ്ങനെയാ സാറേ. ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഒരു പോക്കങ്ങൾ പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വരെയായിരിക്കും. ഇനി വരുമ്പോഴേ സ്റ്റേഷനിലോട്ടൊന്ന് വരാൻ പറയണം. ഇത് നമ്മുടെ ടാങ്കർ സൈജു അല്ലേ? അതെ സാർ. സ്പിരിറ്റ് കടത്തിന് ഞാൻ തന്നെ അവനെ 4-5 എണ്ണം അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവരെങ്ങനെ നമ്മുടെ ലിസ്റ്റ് വന്നു? അവസാനം പിടിക്കപ്പെട്ടത് 6 മാസം മുമ്പാണ് സാർ. ഭരണം മാറിയതുകൊണ്ട് അത്ര പെട്ടെന്ന് ഊരാൻ പറ്റിയില്ല. അതറിയാലോ, കേസ് ഇപ്പോഴും കോടതിയിലുണ്ടല്ലോ. പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് കുറെ എവിഡൻസ് കൊടുത്ത ഈ പള്ളിപ്പാടാണ്. സൈജുവിന് പള്ളിപ്പാടനോടുള്ള ദേഷ്യം അത് തന്നെയാണ്. സാർ, ഈ സൈജു അയാളെ വീട്ടിൽ കയറി വധഭീഷണി വരെ മുഴക്കിയിട്ടുണ്ട്. അശോക, അതുകൊണ്ടൊന്നും അയാളെ വിക്ടിം ലിസ്റ്റ് പെടുത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇയാള് 4 ദിവസം മുമ്പ് ഭാര്യയോട് പറഞ്ഞത് പൊള്ളാച്ചിക്ക് പോകുന്നു എന്ന്. എന്നിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിനാണ് ടവർ ലൊക്കേഷൻ എടുപ്പിച്ചാ പോരെ? സാറ് ചെക്ക് ചെയ്തിരുന്നു. ഈ പള്ളിപ്പാടിന്റെ വീട്ടിലെ ടവർ റേഞ്ചിലാണ് ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇത് പീറ്റർ, പള്ളിപ്പാടന്റെ ഭാര്യ സഹോദരന്റെ മകനാണ്. പണത്തിനോടുള്ള അത്യാർത്ഥി കൊണ്ട് ലീഗലോ ഇല്ലീഗലോ ആയിട്ട് ഒരുപാട് ബിസിനസ് ചെയ്ത് പണം കളഞ്ഞവന്. അക്കൂട്ടത്തിൽ പള്ളിപ്പാടന്റെ ഭാര്യയുടെ പേരിലുള്ള 45 സെന്റ് സ്ഥലം നഷ്ടപ്പെടുത്തിയതാണ് പള്ളിപ്പാടനും പീറ്ററും തമ്മിലുള്ള വൈരാഗ്യത്തിന് കാരണം. പള്ളിപ്പാടന്റെ വീട്ടിലേക്ക് നമ്മൾ ചെന്നതിന്റെ തലേന്ന് പീറ്ററുമായിട്ട് അയാൾ വഴക്കുണ്ടാക്കി. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അയാളെ തല്ലിയെന്നോ അങ്ങനെയൊക്കെ കേട്ടു. അന്ന് രാത്രി പള്ളിപ്പാടനോട് പ്രതികാരം ചെയ്യുമെന്ന് വെല്ലുവിളിച്ച് അയാളുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞു പോയ പീറ്ററെ പിന്നെ ആരും കണ്ടിട്ടില്ല. അപ്പോ ടാങ്കർ സൈജു, പീറ്റർ ജോബി, ഈ 2 പേരിൽ ഒരാളായിരിക്കണം ആ വിക്ടിം അല്ലേ? അതെ സാർ. അയാളും ആ വീടും ഒരു ദുരൂഹതയാണ്.